എല്ലാവർക്കും നമസ്കാരം. ഇതുപോലുള്ള അനുഭവങ്ങളിൽപ്പെട്ട് നട്ടം തിരിയുന്ന ഒരുപാട് മലയാളി യുവാക്കളെയും യുവതികളെയും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ അനുഭവം തീർച്ചയായിട്ടും നിങ്ങളോട് പങ്കുവയ്ക്കണം എന്ന് ഞാൻ തീരുമാനിച്ചത്. ഞാൻ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് BCയിൽ ജോലി ചെയ്യുന്ന കാലഘട്ടത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. കോവിഡിന് മുമ്പുള്ള കാലഘട്ടമാണ്. ഞങ്ങൾ ഒരു ജൂനിയർ സിസ്റ്റം അനാലിസ്റ്റിനെ ഹയർ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇൻ്റർവ്യൂകൾ നടക്കുന്നു. ഒരു ദിവസം എൻ്റെ മാനേജർ, അദ്ദേഹത്തിൻ്റെ പേര് പീറ്റർ എന്നാണ്, അദ്ദേഹം ഒരു ഐറിഷുകാരനാണ്. വർഷങ്ങൾക്ക് മുമ്പ് കാനഡയിലേക്ക് കുടിയേറിയ മനുഷ്യനാണ്. ഇദ്ദേഹത്തിന് ഒരു ശീലമുണ്ട്. എന്നും രാവിലെ എല്ലാവരുടെയും ഓഫീസിലേക്ക് പോയി അവരോട് കുശലങ്ങളൊക്കെ പറഞ്ഞ് എന്താണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചത് എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് പോകുന്നത്. അങ്ങനെ എൻ്റെ ഓഫീസിലേക്ക് വരുന്നു. ആ സമയത്താണ് പീറ്റർ പറയുന്നത്, ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു, ഞങ്ങൾ ഒരാളെ ഹയർ ചെയ്തിട്ടുണ്ട്, അടുത്ത ആഴ്ച അവൻ ജോയിൻ ചെയ്യും, നീ വേണം അവന് ട്രെയിനിങ് കൊടുക്കാൻ. ആൾ ഇന്ത്യക്കാരനാണ്, നിന്റെ നാട്ടുകാരനാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആ പേര് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആള് മലയാളിയും കൂടാണ് എന്ന്. എനിക്ക് ഇദ്ദേഹത്തിൻ്റെ പേര് വെളിപ്പെടുത്താൻ സാധിക്കില്ല, കാരണം ഈ വിഷയം ഇപ്പോഴും നിയമത്തിന് മുമ്പിലും കോടതിക്ക് മുമ്പിലും ഉള്ളൊരു വിഷയമാണ്. അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം ഇവൻ ജോയിൻ ചെയ്യുകയാണ്. ഞാൻ ഇദ്ദേഹത്തിന് വേണ്ട ട്രെയിനിങ്ങുകളെല്ലാം കൊടുക്കുന്നു. ഈ ട്രെയിനിങ് കൊടുക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ആള് വളരെ സ്മാർട്ടാണ്, വളരെ വേഗം കാര്യങ്ങൾ പഠിക്കുന്നു. കമ്പനിയുടെ പ്രോസസ്സും പ്രൊസീജിയറും ഒക്കെ അനുസരിച്ച് കാര്യങ്ങളെല്ലാം ചെയ്യാൻ വളരെ വേഗം പഠിക്കുന്നു. തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങി. ആള് നല്ലൊരു ടീം മെമ്പറാണ്. എൻ്റെ ഓഫീസ് ഇരിക്കുന്നത് കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ നോർത്ത് വാൻകൂവർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് ഓഫീസ് ഇരിക്കുന്നത്. എൻ്റെ ഓഫീസിൽ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് വാൻകൂവർ നഗരം മുഴുവൻ കാണാം. ഞാൻ മെട്രോയിലാണ് ഓഫീസിലേക്ക് വരുന്നത്. അവിടെ അതിന് സ്കൈ ട്രെയിൻ എന്നാണ് പറയുന്നത്. ഞാൻ താമസിക്കുന്ന സ്ഥലത്തു നിന്നും ഒരു 45 മിനിറ്റ് കൊണ്ട് സ്കൈ ട്രെയിൻ വഴിയും സീ ബസ് വഴിയും എനിക്ക് ഓഫീസിലെത്താം. കാറിൽ വരികയാണെങ്കിൽ ചില ദിവസങ്ങളിൽ അത് 2 മണിക്കൂർ വരെ എടുക്കും. അതുകൊണ്ട് തന്നെ ട്രെയിനിലും സീ ബസ്സിലും ഒക്കെ വരുന്നതാണ് എളുപ്പം. സീ ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വാട്ടർ മെട്രോ എന്ന് പറയാം. എൻ്റെ ഈ സുഹൃത്തും ഈ യാത്രാമാർഗം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ രാവിലെ ഓഫീസിലേക്കുള്ള യാത്രകളിലും വൈകുന്നേരം വീട്ടിലേക്കുള്ള യാത്രകളിലും എൻ്റെ സ്ഥിരം സഹചാരിയായി ഇവൻ. ഓഫീസിൽ ഞങ്ങൾ ഒരേ ഫ്ലോറിലാണ് ഇരിക്കുന്നത്. പലപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങൾ ഒന്നിച്ചാണ് ഇരിക്കുന്നത്. എൻ്റെ പല പ്രൊജക്റ്റുകളിലും എന്നെ ഇവൻ അസിസ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഞങ്ങൾ വളരെ നല്ല സുഹൃത്തുക്കളായി. ആ ഓഫീസിൽ മറ്റു പല ഇന്ത്യക്കാരും ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഒരു ദിവസം ഞാൻ ഓഫീസിലിരുന്ന് ജോലി ചെയ്യുകയാണ്. ഇവൻ എൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നു, ഇപ്പോൾ ഫ്രീ ആണോ എന്ന് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു, ഫ്രീ അല്ല, ഞാൻ കുറച്ച് ജോലിയിലാണ്. എന്താണ്? അവൻ പറയുകയാണ്, എനിക്ക് കുറച്ച് പണം കടമായിട്ട് വേണം. ഞാൻ ചോദിച്ചു, എത്രയാണ് നിനക്ക് വേണ്ടത്? എനിക്കൊരു $2000 അത്യാവശ്യമായിട്ട് കടമായിട്ട് വേണം, ഉണ്ടാവുമോ? ഞാൻ പറഞ്ഞു, തരാം. എന്തിനാണെന്ന് ഞാൻ ചോദിച്ചില്ല, കാരണം അവൻ്റെ എന്തെങ്കിലും പേഴ്സണൽ കാര്യങ്ങൾക്കായിരിക്കും. അതെന്താണെന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഞാൻ അവൻ്റെ ബാങ്കിലേക്ക് പണം അയച്ചു കൊടുക്കുകയാണ്. അങ്ങനെ കുറേ നാളുകൾ കടന്നു പോകുന്നു. പിന്നീട് വീണ്ടും ഒരു $2000 കൂടെ എൻ്റെ കയ്യിൽ നിന്ന് കടം വരികയാണ്. അപ്പോഴും ഞാൻ ചോദിക്കുന്നില്ല എന്തിനാണ് ഈ പണം എന്ന്. ഞാൻ പണം കടം കൊടുക്കുന്നു. പിന്നീട് ആഴ്ചകൾ കടന്നു പോകുന്നു. അത് കഴിഞ്ഞ് എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ എന്നോടൊന്ന് പറയുകയാണ്, അവരുടെ കയ്യിൽ നിന്നും ഇവൻ പണം കടം വാങ്ങാറുണ്ട്. $2000, $3000. എന്തിനാണ് ഇത്രയധികം പണം ഇവൻ കടം വാങ്ങുന്നത്? ഞങ്ങൾക്ക് ആർക്കും ഒരു പിടിയില്ല. കാരണം അത്യാവശ്യം ശമ്പളമുണ്ട്, മാന്യമായി ജീവിക്കാനുള്ള ശമ്പളമുണ്ട്. ഇവൻ കല്യാണം കഴിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭാര്യയില്ല, കുട്ടികളില്ല. സ്വന്തമായി ഒരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനടയ്ക്കാനുള്ള പണവും മാന്യമായിട്ട് ജീവിക്കാനുള്ള പണവും ഒക്കെ ഇവന് ശമ്പളത്തിൽ നിന്ന് കിട്ടും. പിന്നെ എന്തിനാണ് ഇത്രയധികം പണം ഓരോ മാസവും ഇവൻ കടം വാങ്ങുന്നത് എന്ന് ആർക്കും ഒരു പിടിയില്ല. ഈ പണം കടം കൊടുത്തവർക്കൊക്കെ ഇത് തിരിച്ചു കിട്ടുമോ എന്നൊരു പേടിയായി. ഞാനൊരു ദിവസം ഇവനിരിക്കുന്ന ഡെസ്കിലേക്ക് ചെല്ലുകയാണ്. അവിടെ അടുത്തടുത്ത് ഒരുപാട് ആൾക്കാർ ഇരിപ്പുണ്ട്. ജൂനിയർ ആയിട്ടുള്ള സ്റ്റാഫുകളെല്ലാം അടുത്തടുത്താണ് ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു, എനിക്കൊന്ന് സംസാരിക്കണം, നമുക്ക് ലോഞ്ചിലേക്ക് പോയാലോ? അങ്ങനെ ഇവനെയും കൂട്ടി ഞാൻ ലോഞ്ചിലേക്ക് പോവുകയാണ്. ഈ ലോഞ്ച് അതിഗംഭീരമായ ലോഞ്ചാണ്. ഗവൺമെൻറ് ഓഫീസാണ് എന്ന് പറയുകയില്ല. അവിടെ ഒരു വലിയ കഫറ്റീരിയ ഉണ്ട്. ഭക്ഷണം കഴിക്കാനായി ടേബിളും ചെയറും ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സോഫകൾ ഇങ്ങനെ വട്ടത്തിലിട്ടിട്ടുണ്ട്. ഇതിന് ഗ്ലാസ് ഭിത്തികളാണ്. ഈ ഗ്ലാസ് ഭിത്തിയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ അക്കരെ വാൻകൂവർ നഗരം കാണാം. ഈ വാൻകൂവർ നഗരവും നോർത്ത് വാൻകൂവർ നഗരം കൂടെ വേർതിരിക്കുന്ന വിശാലമായൊരു ജലാശയമാണ്. പസഫിക് ഓഷ്യൻ ഉള്ളിലേക്ക് കയറി കിടക്കുന്ന അതിഗംഭീരമായ ജലാശയമാണ്. രാത്രികാലങ്ങളിൽ ഓഫീസിലിരിക്കുമ്പോൾ അക്കരെ വാൻകൂവർ നഗരം മിന്നിത്തിളങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പോയി 2 കോഫി വാങ്ങി. ഒരു കോഫി എനിക്കും ഒരു കോഫി അവനും. ഞങ്ങൾ ഒരു ടേബിളിൽ ഇരിക്കുകയാണ്. അതിനുശേഷം ഞാൻ ചോദിച്ചു, എടാ, എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പണം ആവശ്യമുണ്ട്. ഞാൻ നിനക്ക് തന്ന പണം എനിക്ക് തിരികെ തരാൻ സാധിക്കുമോ? ആ സമയത്ത് അവൻ പറയുകയാണ്, എനിക്ക് കുറച്ച് സാവകാശം വേണം, എൻ്റെ കയ്യിൽ പണമില്ല.
ഞാൻ ചോദിച്ചു, നിനക്ക് എന്താണ് ഇത്രമാത്രം ചെലവ്? നീ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, നിനക്ക് കുടുംബമില്ല. ഈ സമയത്താണ് നമ്മളെ കൊണ്ട് പണം സമ്പാദിക്കാൻ സാധിക്കുന്നത്. ഒരു കുടുംബമായി കഴിഞ്ഞാൽ നമ്മളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കില്ല. ചിലപ്പോൾ കുടുംബത്തിന് വേണ്ടി നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. സിംഗിൾ ആയിരിക്കുമ്പോഴാണ് നമുക്ക് പണം സമ്പാദിക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ, നമ്മുടെ സ്വപ്നങ്ങൾ തേടി പോകാൻ സിംഗിൾ ആയിരിക്കുമ്പോഴാണ് നമുക്ക് സാധിക്കുന്നത്. ഒരു കുടുംബമായി കഴിഞ്ഞാൽ കുടുംബത്തിന് വേണ്ടി നമ്മൾ പല കോംപ്രമൈസുകൾ ചെയ്യേണ്ടി വരും. മാത്രമല്ല, ഈ വികസിത രാജ്യങ്ങളിൽ കുടുംബമായി ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ചിലവേറിയ ഒരു കാര്യമാണ്. ഭാര്യയ്ക്കും ഭർത്താവിനും നല്ല ജോലിയില്ലെങ്കിൽ ജീവിതം വളരെ ദുഷ്കരമാവും. ഞാൻ ചോദിച്ചു, നിനക്ക് ഈ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, നീ ഒറ്റയ്ക്കല്ലേ ജീവിക്കുന്നത്, എന്താണ് പ്രശ്നം? ഞാൻ ഈ പറയുന്നതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നതല്ലാതെ ഇവനൊരു മറുപടി തരുന്നില്ല. എനിക്ക് ഇവനെ വിഷമിപ്പിക്കാൻ യാതൊരു ആഗ്രഹവുമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നീ സാവകാശം തന്നാൽ മതി, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ, ഞാൻ മറ്റേതെങ്കിലും രീതിയിൽ പണം കണ്ടെത്തിക്കൊള്ളാം. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് ഓഫീസിലേക്ക് പോവുകയാണ്. അങ്ങനെ കുറേ മാസങ്ങൾ കടന്നുപോവുകയാണ്. തണുപ്പ് കാലം എത്തിയിരിക്കുകയാണ്. ഈ വാൻകൂവറിൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് മഞ്ഞുവീഴ്ച ഉണ്ടാകുന്നത്. ഒരു ശനിയാഴ്ച ദിവസം ഞാൻ വീട്ടിലിരിക്കുകയാണ്, അന്ന് അവധിയാണ്. അങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ എൻ്റെ വർക്ക് ഫോണിൽ ഒരു കോൾ വരികയാണ്. പീറ്ററാണ് വിളിക്കുന്നത്, എൻ്റെ മാനേജറാണ് വിളിക്കുന്നത്. ഞാൻ ഫോൺ എടുത്തു. മാനേജർ പറയുകയാണ്, നമ്മുടെ ഡേറ്റാ സെൻറ്ററിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് സർവീസുകൾ ഡൗൺ ആണ്. ഈ ഡേറ്റാ സെൻറ്റർ ഇരിക്കുന്നത് കാംലൂപ്സ് എന്ന് പറയുന്ന സ്ഥലത്താണ്. വാൻകൂവറിൽ നിന്നും ഏകദേശം 4 മണിക്കൂർ യാത്രയുണ്ട്. നിങ്ങൾക്ക് അവിടെ ഒന്ന് പോയി നോക്കാൻ സാധിക്കുമോ? ഞാൻ പറഞ്ഞു, ഞാൻ തനിയെ എങ്ങനെയാണ് പോകുന്നത്? ഞാൻ ചോദിച്ചു, ഞാനൊരു ജൂനിയറിനെ കൂടെ വിളിച്ചോട്ടെ? അദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും തനിയെ പോകണ്ട, ആരെങ്കിലും ഒരാളെ കൂടെ വിളിച്ചോളൂ. എന്നോട് വീണ്ടും അദ്ദേഹം എടുത്തു പറഞ്ഞു, നമ്മളുടെ പല സർവീസുകളും ഡൗൺ ആണ്, വളരെ വലിയ ഗുരുതരമായ പ്രശ്നമാണ്, മില്യൺ കണക്കിന് ഡോളറാണ് ഓരോ ദിവസവും നഷ്ടപ്പെടുന്നത്. ഞാൻ ഉടൻ തന്നെ എൻ്റെ വർക്ക് ഫോൺ എടുത്തിട്ട് പലരെയും വിളിക്കുന്നുണ്ട്. ഈ വെള്ളക്കാർക്കൊരു പ്രശ്നമുണ്ട്, അവർ ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കില്ല. ഈ ഫോൺ എടുക്കണമെന്നോ നിയമമൊന്നുമില്ല, സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ് ഫോൺ എടുക്കേണ്ടത്. ജൂനിയേഴ്സിന് സമയം ഉണ്ടെങ്കിൽ എടുത്താൽ മതി, അങ്ങനെയാണ്. അവരൊന്നും ഫോൺ എടുക്കുകയില്ല. ഏതായാലും എൻ്റെ ഭാഗ്യത്തിന് എൻ്റെ മലയാളി സുഹൃത്ത് ഫോൺ എടുത്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, എടാ ഇതുപോലൊരു പ്രശ്നമുണ്ട്, നമ്മളെ ഡേറ്റാ സെൻറ്ററിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അവിടേക്കൊന്ന് പോകണം, ഇവിടുന്ന് 4 മണിക്കൂർ യാത്രയുണ്ട്, നിനക്ക് വരാൻ സാധിക്കുമോ? ഓവർ ടൈം പേ കിട്ടും, കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല, ഞാൻ കാർ എടുത്തുകൊള്ളാം, ഞാൻ നിന്നെ വന്ന് പിക്ക് ചെയ്യാം, നമുക്ക് ഉടൻ തന്നെ അങ്ങോട്ട് പോകണം. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി അവൻ പറയുകയാണ്, തീർച്ചയായിട്ടും, കാരണം ഓവർ ടൈം പേ കിട്ടും, യാത്രാബദ്ധ കിട്ടും, ഞാൻ വരാം, എനിക്ക് പണത്തിന് ആവശ്യമുണ്ട്. മലയാളികൾ എപ്പോഴും ഓവർ ടൈം എന്ന് കേട്ട് കഴിഞ്ഞാൽ ചാടി വീഴുന്ന ആൾക്കാരാണ്. കാരണം നമുക്ക് എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ കാർ എടുത്തോളാം, നീ റെഡിയായി നിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നിന്നോളൂ, ഞാനൊരു 10-20 മിനിറ്റിനുള്ളിൽ അവിടെ എത്തുന്നതായിരിക്കും. ഒരു കാര്യം മറക്കണ്ട, ID കാർഡ് എടുക്കണം, ID കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഡേറ്റാ സെൻറ്ററിലേക്ക് കടത്തിവിടുകയുള്ളൂ. ഈ ഡേറ്റാ സെൻറ്റർ എന്ന് പറയുന്നത് വളരെ വലിയ സെക്യൂരിറ്റി ഉള്ള സ്ഥലമാണ്. ഇതൊരു ഗവൺമെൻറ് ഡേറ്റാ സെൻറ്ററാണ്, പൊതുജനങ്ങളുടെ വിവരങ്ങളൊക്കെ ശേഖരിക്കുന്ന സ്ഥലമാണ്. അവിടെയുള്ള കമ്പ്യൂട്ടറുകളിൽ ഈ പൊതുജനങ്ങളിലെ ആരോഗ്യ സംബന്ധമായ വിവരങ്ങളും അവരുടെ രേഖകളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കില്ല. ID കാർഡ് ഉണ്ടെങ്കിൽ, മുൻകൂട്ടി ഓതറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ID കാർഡ് എടുക്കാൻ മറക്കരുത് എന്ന് ഞാൻ പ്രത്യേകം പറയുകയാണ്. അങ്ങനെ കാറ് ഡ്രൈവ് ചെയ്ത് ഞാൻ ഇവൻ്റെ ഫ്ലാറ്റിലേക്ക് ചെല്ലുകയാണ്. ഇവനെ പിക്ക് ചെയ്യുന്നു. അവിടെ നിന്ന് കാംലൂപ്സിലേക്ക് ഞങ്ങൾ വാഹനം ഓടിച്ചു പോവുകയാണ്. ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇവനോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ സംസാരിച്ച് കുറെ കഴിയുമ്പോൾ ഞാൻ ചോദിക്കുകയാണ്, എടാ നീ പണം കടം വാങ്ങിയ 2-3 പേരെ എന്നോട് ചോദിച്ചു, എന്തിനാണ് ഇത്രയധികം പണം നീ കടം വാങ്ങുന്നത്, എന്താണ് അതിൻ്റെ പ്രശ്നം, നിനക്ക് പറയാവുന്ന പ്രശ്നമാണെങ്കിൽ പറ. ഏതായാലും 4 മണിക്കൂർ എടുക്കും അവിടെ ചെല്ലാൻ, യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറ. ആ സമയത്താണ് അവൻ്റെ മനസ്സ് തുറന്ന് കാര്യങ്ങൾ പറയുന്നത്. ഇവൻ്റെ കുടുംബത്തിൽ 5 പേരാണുള്ളത്, അച്ഛൻ, അമ്മ, 2 സഹോദരങ്ങൾ. ഇവനാണ് ഏറ്റവും ഇളയ ആള്. വർഷങ്ങൾക്ക് മുമ്പ് കാനഡയിലേക്ക് പഠനത്തിനായിട്ട് വന്നതാണ്. പഠിച്ച് പാസ്സായി, വർക്ക് പെർമിറ്റ് കിട്ടി, ജോലി നേടി, PR നേടി, അങ്ങനെ വളരെ വിജയിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. PR നേടിക്കഴിയുമ്പോൾ ഇവനൊരു ആഗ്രഹം, ഒരു ഫ്ലാറ്റ് വാങ്ങണമെന്നൊരാഗ്രഹം. അങ്ങനെ ഇവനൊരു ഫ്ലാറ്റ് വാങ്ങിയാണ്. ആ ഫ്ലാറ്റിൽ സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. ആ സമയത്താണ് ഡേറ്റിംഗ് ആപ്പിലൂടെ ഇവനൊരു വെള്ളക്കാരിയെ പരിചയപ്പെടുന്നത്. ഇവനെക്കാട്ടിലും 5 വയസ്സ് കൂടുതലാണ് ആ സ്ത്രീക്ക്. ഇവർ പരിചയപ്പെടുന്നു, 1-2 പ്രാവശ്യം കാണുന്നു. അതിനുശേഷം ഈ കാഴ്ച ഒരു സ്ഥിരം സംഭവമായി. കുറേ നാളുകൾ കടന്നു പോകുന്നു. പിന്നീട് ഇവർ ഒന്നിച്ച് ഈ ഫ്ലാറ്റിൽ താമസിക്കാൻ ആരംഭിക്കുകയാണ്. അങ്ങനെ ഏകദേശം 1 വർഷത്തോളം ഇവർ ഒന്നിച്ച് താമസിക്കുകയാണ്. ഈ സ്ത്രീയുടെ കുടുംബ പശ്ചാത്തലം എന്താണെന്നോ, ഈ സ്ത്രീ ശരിക്കും ആരാണെന്നോ ഒന്നും അറിയില്ല. ഡേറ്റിംഗ് ആപ്പിലൂടെ ഒരാളെ കാണുന്നു, അവരോട് ഇഷ്ടം തോന്നുന്നു, പിന്നീട് ആ സൗഹൃദം വളർന്ന് ഇപ്പോൾ ലിവിങ് ടുഗദർ ആയിരിക്കുകയാണ്. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ഏകദേശം 1 വർഷം കഴിഞ്ഞു കഴിയുമ്പോൾ
ഈ സ്ത്രീയുടെ സ്വഭാവം ആകെ മാറുകയാണ്. ഇവര് അമിതമായിട്ട് ലഹരി ഉപയോഗിക്കാൻ തുടങ്ങി. ഇവരുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഈ ഫ്ലാറ്റിലേക്ക് വിളിച്ചു വരുത്താൻ തുടങ്ങി. അവിടെ വെച്ച് ലഹരി ഉപയോഗം, പാർട്ടി, അവിടെ വെച്ചാണ് ഇവൻ മനസ്സിലാക്കുന്നത് ലഹരി മാഫിയയുമായി ബന്ധമുള്ളൊരു സ്ത്രീയാണിത്. അവൻ പറയുകയാണ്, ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ അവൻ ആകെ പേടിച്ചുപോയി. എന്ത് ചെയ്യണമെന്നറിയില്ല, എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയില്ല, എങ്ങനെ ഇവരെ ഒഴിവാക്കണം എന്നിവനറിയില്ല. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ സ്ത്രീ പതിയെ പതിയെ ഇവനെ അബ്യൂസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. ശാരീരികമായിട്ടും മാനസികമായിട്ടും അബ്യൂസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇവന് എന്ത് ചെയ്യണമെന്നറിയില്ല. കാനഡയിലെ നിയമങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആണ്. 1 വർഷത്തിലധികം ഒരാളുടെ കൂടെ താമസിച്ചാൽ കല്യാണം കഴിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ വെറുതെ ഉപേക്ഷിക്കാനും സാധിക്കില്ല. നിയമപരമായി മാത്രമേ ഉപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. എങ്ങനെയെങ്കിലും ഇവൻ ഈ ബന്ധത്തിൽ നിന്നും പുറത്തു വരണം. അതിനുള്ള വഴികൾ തേടി ഇവൻ നടക്കുകയാണ്. അങ്ങനെ കുറേ നാളുകൾ കഴിയുന്നു. ആ സമയത്താണ് ഇവനെ ഞെട്ടിച്ചുകൊണ്ട് ഈ സ്ത്രീ ഇവനെതിരെ കേസ് കൊടുക്കുന്നത്. ഡിവോഴ്സ് വേണം, ഇദ്ദേഹം എന്നെ പീഡിപ്പിക്കുകയാണ്, ഈ ബന്ധം തുടരാൻ എനിക്ക് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഈ സ്ത്രീ ഇവനെതിരെ കേസ് കൊടുക്കുകയാണ്. പല കാര്യങ്ങളും പറഞ്ഞ് ഇവനെ മാനസികമായിട്ട് ഈ സ്ത്രീ തളർത്തിയിരിക്കുകയാണ്. നീ ഇന്ത്യക്കാരനാണ്, നീ കറുത്തവനാണ്, നിന്നിൽ നിന്നും എനിക്കൊരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടി കറുത്തു പോകും, അതുകൊണ്ട് എനിക്ക് നീ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇവനെ മാനസികമായിട്ട് പീഡിപ്പിക്കുകയാണ്. ഈ സ്ത്രീ എവിടെ നിന്നോ ഒരു ഡോക്ടർ സർട്ടിഫിക്കറ്റുമായി കോടതിയിലേക്ക് പോവുകയാണ്. നമുക്കൊരു വിചാരമുണ്ട് കേരളത്തിൽ മാത്രമാണ് തട്ടിപ്പുകൾ നടക്കുന്നതെന്ന്. ശരിക്കും അതല്ല, കാനഡയിലും ഇതുപോലുള്ള തട്ടിപ്പുകൾ നടക്കാറുണ്ട്. നിങ്ങൾക്ക് പരിചയമുള്ളൊരു ഡോക്ടർ ഉണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകളും നിങ്ങൾക്ക് ലഭിക്കാം. ഈ സ്ത്രീ ഒരു ഡോക്ടർ സർട്ടിഫിക്കറ്റും സംഘടിപ്പിച്ചുകൊണ്ട് കോടതിയിലേക്ക് പോവുകയാണ്. കോടതിയുടെ കണ്ണിൽ ഈ സ്ത്രീ ഡിപ്രഷൻ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. കോടതിയുടെ കണ്ണിൽ വരുമാനമുള്ളത് ഇവനാണ്. ഇവന് ജോലിയുണ്ട്, സ്വന്തമായ ഫ്ലാറ്റ് ഉണ്ട്. എന്നാൽ ഈ സ്ത്രീക്ക് ഡോക്ടർ സർട്ടിഫിക്കറ്റ് പ്രകാരം മാനസിക പിരിമുറുക്കമാണ്, അതുകൊണ്ട് ജോലിയെടുക്കാൻ സാധിക്കില്ല. കോടതി വിധിക്കുകയാണ് എല്ലാ മാസവും ഒരു നിശ്ചിത തുക ഈ സ്ത്രീക്ക് ഇവൻ ചെലവിന് കൊടുക്കണം. അങ്ങനെ എല്ലാ മാസവും ഇവർക്ക് പണം കൊടുത്ത് ഇവന് നിക്കക്കള്ളിയില്ല. അതുപോലെ തന്നെ കോടതിയുടെ മറ്റൊരു തീരുമാനം എന്ന് പറയുന്നത് ഇവന്റെ ഫ്ലാറ്റിന്റെ പകുതി അവകാശം ഈ സ്ത്രീക്കുള്ളതാണ്. ഇവൻ കഷ്ടപ്പെട്ട് പണിയെടുത്ത് മേടിച്ച ആ ഫ്ലാറ്റിന്റെ പകുതി അവകാശം ആ സ്ത്രീ കൊണ്ടുപോയി. ഇവന് ജോലിയിലൂടെ ലഭിക്കുന്ന പണം തികയാതായി. ഇവൻ ക്രെഡിറ്റ് കാർഡുകളിൽ നിന്നും പണം കടമെടുക്കാൻ തുടങ്ങി, സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്നും പണം കടമെടുക്കാൻ തുടങ്ങി. നിത്യക്കള്ളിയില്ലാതെ വലിയ കടക്കണിയിലേക്ക് അവൻ അകപ്പെട്ടിരിക്കുകയാണ്. ഇതേ അവസ്ഥ മലയാളികളായ പെൺകുട്ടികൾ നേരിടുന്നുണ്ട്. പുരുഷന്മാരാണ് അവരെ ചതിക്കുന്നത് എന്നുള്ളതാണ് വ്യത്യാസം. അങ്ങനെ നിക്കക്കള്ളിയില്ലാതെ മുന്നോട്ട് പോവുകയാണ്. കടം പെരുകി വരികയാണ്. ഇതിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ സ്ത്രീ ഈ ഫ്ലാറ്റ് വിട്ട് ഒഴിഞ്ഞു പോകുന്നില്ല. ഇതിന്റെ പകുതി അവകാശം അവർക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിയമപരമായിട്ട് അവർക്കവിടെ താമസിക്കാം. ഇവനാകെ വലഞ്ഞു, എന്ത് ചെയ്യണമെന്ന് യാതൊരു പിടിയുമില്ല. അങ്ങനെ ഇവന്റെ കയ്യിൽ നിന്ന് ഈ സ്ത്രീ കൂടുതൽ പണം ആവശ്യപ്പെടാൻ തുടങ്ങി. ഈ സ്ത്രീ പറയുകയാണ്, കോടതി പറഞ്ഞ തുകയിൽ കൂടുതൽ പണം എല്ലാ മാസവും എനിക്ക് തരികയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് മാറി താമസിക്കാം. അങ്ങനെ ഒരു ധാരണയിൽ ഈ സ്ത്രീ അവിടുന്ന് മാറി താമസിക്കുകയാണ്. ഇവന് അല്പം ആശ്വാസമായി, കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അങ്ങനെ മാസങ്ങൾ കടന്നു പോവുകയാണ്. ഈ സ്ത്രീ ഇപ്പോഴും പറയുന്നത് അവർക്ക് മാനസികമായ ഡിപ്രഷനാണ്. അങ്ങനെ കുറേ നാളുകൾ കഴിയുന്നു. ഇവന് ഈ സ്ത്രീയിൽ സംശയമുണ്ട്. ഇവര് ചുമ്മാ പറയുന്നതാണെന്ന് ഇവന് അറിയാം. പക്ഷെ ഇതെങ്ങനെ തെളിയിക്കും? ഇവനെ ഈ സ്ത്രീ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്നും ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നതെന്ന് ഇവനറിയില്ല. അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞു പോകുന്നു. ഇവൻ പിന്നീട് ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി ആ സ്ത്രീയുടെ ഫ്രണ്ട് ലിസ്റ്റിൽ കയറി പറ്റിയാണ്. അവിടെ വെച്ചാണ് ഇവൻ അറിയുന്നത് ഇവന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി ലോകസഞ്ചാരം നടത്തുകയാണ്. മെക്സിക്കോയിലേക്ക് പോകുന്നു, യൂറോപ്പിലേക്ക് പോകുന്നു, ജീവിതം അടിച്ചു പൊളിക്കുകയാണ്. ഇതിന്റെ ഫോട്ടോകളൊക്കെ കണ്ടപ്പോഴാണ് ഇവന് മനസ്സിലാകുന്നത് ഇവനെ ഈ സ്ത്രീ വീണ്ടും ചതിക്കുകയാണ്. ഇവൻ ഇതൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഒരു ഫയലിലാക്കി കോടതിക്ക് സമർപ്പിക്കുകയാണ്. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ തെളിവുകളൊക്കെ കോടതിയിൽ സമർപ്പിക്കുകയാണ്. കോടതി അതൊക്കെ പരിശോധിക്കുന്നു. പക്ഷേ കോടതിയുടെ മുമ്പിൽ ഈ സോഷ്യൽ മീഡിയ പോസ്റ്റുകളെക്കാട്ടിലും വില ഡോക്ടർ സർട്ടിഫിക്കറ്റിനാണ്. ഇപ്പോഴും ഡോക്ടർ സർട്ടിഫിക്കറ്റ് പറയുന്നത് അവർക്ക് മാനസിക പിരിമുറുക്കം ഉണ്ടെന്നാണ്. മാനസിക പിരിമുറുക്കമുള്ള ഒരാൾ യാത്രകൾ ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്? അവരുടെ മാനസിക പിരിമുറുക്കം കുറയാനാണ് യാത്രകൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കോടതിക്ക് അതിലൊന്നും പറയാൻ സാധിക്കില്ല. അങ്ങനെ ഈ കേസ് മുന്നോട്ട് പോവുകയാണ്. സാമ്പത്തികമായി ഇവൻ ആകെ തകർന്നിരിക്കുകയാണ്. ഇവൻ എങ്ങനെയെങ്കിലും ഈ കേസിൽ നിന്നും ഒഴിവാക്കണം. അങ്ങനെ ഗതികെട്ട് ഈ സ്ത്രീയുടെ അടുത്തേക്ക് ഇവൻ പോവുകയാണ്. അവിടെ പോയി ഇവരുടെ കാല പിടിച്ച് സംസാരിക്കുകയാണ്. ഈ സ്ത്രീ പറയുകയാണ്, നീ എനിക്ക് കുറച്ച് പണം ഒരുമിച്ച് തരികയാണെങ്കിൽ ഞാൻ ഈ കേസിൽ നിന്ന് ഒഴിവായി പോകാം. അങ്ങനെ കോടതിയുടെ മധ്യസ്ഥതയിൽ വെച്ച് $40,000 കൊടുക്കാമെന്ന് ധാരണയാകുകയാണ്. ഈ പണം കൊടുക്കാനാണ് ഇവൻ എല്ലാവരുടെ കയ്യിൽ നിന്നും പണം കടമായത്. ഇവന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ഒരു രാജ്യത്തേക്ക് കുടിയേറിയതാണ്. ഇതുപോലൊരു ചതിയിൽപ്പെടുമെന്ന് ഇവൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഒരിക്കലും കണ്ണും പൂട്ടി ആരെയും വിശ്വസിക്കാതിരിക്കുക. സായിപ്പന്മാരും വെള്ളക്കാരും ഒക്കെ എല്ലാം തികഞ്ഞവരാണ്. അവർ നമ്മളെ ചതിക്കില്ല
എന്ന് കരുതാതിരിക്കുക. ഈ നാട്ടിലും എല്ലാ നാട്ടിലും മനുഷ്യന്റെ സ്വഭാവം ഏകദേശം ഒരുപോലാണ്. ചതിക്കുന്നവരുമുണ്ട്, നല്ല മനുഷ്യരുമുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നവരെ തീർച്ചയായിട്ടും നമ്മൾ തിരഞ്ഞെടുക്കണം. ഈ 15 വർഷത്തെ കുടിയേറ്റ ജീവിതത്തിൽ വിജയിച്ചവരെയും പരാജയപ്പെട്ടവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. വിജയിച്ചവർ എപ്പോഴും എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ ശരിയായിരിക്കും. ജീവിതത്തിൽ പരാജയപ്പെട്ടവർ അവരെടുക്കുന്ന തെറ്റായ തീരുമാനങ്ങളുടെ അനന്തരഫലമാണ് അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കഥകളിലൂടെ തെറ്റായ തീരുമാനങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിയുക. ഈ കഥകൾ കേട്ടതിന് ശേഷം ആ അനുഭവങ്ങൾ ജീവിതത്തിൽ ഒരു പാഠമാക്കുക. അങ്ങനെ ആ യാത്രയിൽ വെച്ചാണ് അവൻ മനസ്സ് തുറക്കുന്നത്. ഞങ്ങൾ ഡേറ്റാ സെന്ററിൽ എത്തുന്നു, അവിടെ ചെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നു. പിറ്റേ ദിവസമാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത്. അങ്ങനെ കുറേ നാളുകൾ കടന്നു പോകുന്നു. ഒരു ദിവസം ഇവൻ എൻ്റെ ഓഫീസിലേക്ക് വരികയാണ്. അവിടെ ഇരുന്നിട്ട് എന്നോട് സംസാരിക്കുകയാണ്. അവൻ പറയുകയാണ്, ആ പ്രശ്നങ്ങളൊക്കെ തീർന്നു, പണമെല്ലാം കൊടുത്തു, എനിക്ക് ഒരുപാട് കടമുണ്ട്, ആ കടങ്ങളൊക്കെ ഏകദേശം തീർന്നു വരുന്നു, ഞാൻ നാട്ടിലേക്ക് പോയാലോ എന്നാണ് ആലോചിക്കുന്നത്. ഞാൻ പറഞ്ഞു, ശരിയാണ്, നീ കുറച്ച് നാൾ നിന്റെ അച്ഛനമ്മമാരുടെ കൂടെയും സഹോദരങ്ങളുടെ കൂടെയും പോയി താമസിച്ചു കഴിഞ്ഞാൽ മനസ്സിന് ഒരു സുഖം കിട്ടും. അങ്ങനെ അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പിരിയുകയാണ്. അത് കഴിഞ്ഞ് ഒരു 2-3 മാസം കഴിഞ്ഞ് ഞാൻ ആ ഓഫീസിൽ നിന്ന് റിസൈൻ ചെയ്തു. ഞാൻ പുതിയൊരു ജോലിയിലേക്ക് മാറി. അത് കഴിഞ്ഞും ഞങ്ങളുടെ സുഹൃത്ബന്ധം മുന്നോട്ട് പോയി. ഒരു 6-7 മാസങ്ങൾക്ക് മുമ്പ് അവൻ്റെ ഒരു കോൾ എനിക്ക് വന്നിരുന്നു. ആ കോളിൽ വെച്ച് അവൻ പറഞ്ഞിരുന്നു, അവൻ്റെ വിവാഹമാണ്, നാട്ടിൽ വെച്ചാണ് കല്യാണം, അതിന് ക്ഷണിക്കാനാണ് വിളിച്ചത്. ഞാൻ പറഞ്ഞു, എനിക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല, ഉടനെ നാട്ടിലേക്ക് ഞാൻ വരുന്നില്ല, നിനക്ക് എല്ലാ ആശംസകളും നേരുന്നു എന്ന് പറഞ്ഞ് അന്ന് ആ കോള് കട്ട് ചെയ്തു. അങ്ങനെ ഈ അടുത്ത കാലത്താണ് അവൻ്റെ വിവാഹം കഴിഞ്ഞത്. വിവാഹത്തിന് ശേഷം അവൻ കാനഡയിലേക്ക് തിരികെ വന്നു. ഇപ്പോൾ സന്തോഷമായിട്ട് ഒരു കുടുംബജീവിതം ഇവിടെ നയിക്കുകയാണ്. വീട്ടുകാരുടെ സഹകരണത്തോടെ അവർ കണ്ടെത്തിയ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച്, അവന് ചേർന്ന ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുകയാണ്. ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ പോയി പെടാതിരിക്കുക. ആയിരക്കണക്കിന് മലയാളി യുവാക്കളും യുവതികളുമാണ് ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ ലോകമെമ്പാടും പെട്ടുകിടക്കുന്നത്. നിങ്ങൾ ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ പെടാതെ സൂക്ഷിക്കുക. അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.